നമസ്കാരം, ബിസിനസ് ഡയലോഗിലേക്ക് സ്വാഗതം. ഇന്ത്യൻ രൂപ ചരിത്രത്തിലെ ഏറ്റവും വലിയ തളർച്ച നേരിടുകയാണ്. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്ചയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു. ഒരു വശത്ത് ഇന്ത്യ ലോകത്തിൻ്റെ സാമ്പത്തിക ശക്തിയാകുന്നുവെന്ന് ഭരണകൂടം അവകാശപ്പെടുമ്പോൾ, മറുവശത്ത് നമ്മുടെ കറൻസിക്ക് എന്തുകൊണ്ട് ശ്വാസം മുട്ടുന്നു? സാധാരണക്കാരൻ ചോദിക്കുന്നത് ലളിതമായൊരു കാര്യമാണ്: രൂപ ഇടിഞ്ഞാൽ എനിക്കെന്താണ് കുഴപ്പം? ഉത്തരമുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനും ഓടിക്കുന്ന വണ്ടിക്കും മക്കളുടെ പഠനത്തിനും വരെ ഇനി കൂടുതൽ പണം നൽകേണ്ടി വരും. എന്നാൽ പ്രവാസികളുടെ നാടായ കേരളത്തിന് ഇത് ചാകരയാണോ? വിദേശത്തു നിന്ന് വരുന്ന പണത്തിന് മൂല്യം കൂടുമ്പോൾ അത് നമ്മുടെ വിപണിയെ രക്ഷിക്കുമോ? അതോ വിലക്കയറ്റത്തിൽ ആ പണം നഷ്ടമാകുമോ? ഈ വിഷയമാണ് ഇന്ന് ബിസിനസ് ഡയലോഗ് ചർച്ച ചെയ്യുന്നത്. രൂപയുടെ മൂല്യത്തകർച്ച തകർക്കുന്നത് ആരെ? ഈ ചർച്ചയിൽ എന്നോടൊപ്പം സാമ്പത്തിക വിദഗ്ധനായ ഡോക്ടർ എൻ അജിത് കുമാർ, സ്വദേശി ജാഗരൺ മഞ്ച് പ്രതിനിധിയും ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമായ രഞ്ജിത്ത് കാർത്തികേയൻ, ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ അനൂപ് എസ് കുമാർ എന്നിവർ. ആദ്യം ശ്രീ അനൂപ് എസ് കുമാർ, രൂപയുടെ മൂല്യത്തിൽ ഇത്ര ഗണ്യമായ ഇടിവുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തെല്ലാമാണ്? കേൾക്കാം, പറഞ്ഞു. ഇന്റർനാഷണൽ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ US പലിശ നിരക്കുകളുണ്ട്, ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഉണ്ട്, എണ്ണയുടെ വില, ഇതെല്ലാം രൂപയുടെ മൂല്യത്തെ ബാധിക്കും. പക്ഷേ നമ്മുടെ പ്രശ്നം അത് മാത്രമല്ല. എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനൊപ്പം തന്നെ നമുക്ക് ഇന്റേണൽ ഫാക്ടേഴ്സും ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ സമ്പദ്ഘടനയുടെ ചില ദൗർബല്യങ്ങൾ എന്ന് പറയാം. നമ്മുടെ ഇതിന്റെ പ്രധാന പ്രശ്നം നമ്മൾ ഫോളോ ചെയ്യുന്ന ഗ്രോത്ത് മോഡലിലാണ്. എന്ന് വെച്ചാൽ എനർജി, ഇലക്ട്രോണിക്സ്, ക്യാപിറ്റൽ ഗുഡ്സ്, ഇതെല്ലാത്തിലും നമ്മൾ വലിയ തോതിൽ നമ്മൾ ഇറക്കുമതിയെ ആശ്രയിക്കുകയാണ്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ കയറ്റുമതി സൈഡ് അഥവാ എക്സ്പോർട്ട് സൈഡ് സ്ട്രോങ് അല്ല. നമ്മുടെ സർവീസ് എക്സ്പോർട്ട്സ് ഉണ്ടെങ്കിൽ തന്നെയും നമ്മുടെ ഒരു ഇൻഡസ്ട്രി സൈഡ് നമുക്ക് വേണ്ട ഒരു വളർച്ച, ഒരു സ്ട്രക്ചറൽ ചേഞ്ച് നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ നമ്മുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഈ നമ്മളുടെ ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ പ്രഷേഴ്സിനെ ഡിപ്പെൻഡന്റ് ആണ്. ഇവിടെ നമ്മുടെ ഒരു കയറ്റുമതി അടിത്തറ വിപുലീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കുന്നത് എന്താന്ന് വെച്ചാൽ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നത്, പിന്നെ നമ്മുടെ ഗ്ലോബൽ ബോണ്ട് മാർക്കറ്റിൽ ഇൻക്ലൂഷൻ, ഇങ്ങനെയുള്ള നമ്മൾ ഫൈനാൻഷ്യൽ ഇൻഫ്ലോസ് ആണ് നമ്മുടെ അടുത്ത് ഒരു കൂടുതലും നടക്കുന്നത്. പക്ഷെ ഈ ടൈപ്പ് ഓഫ് ഫൈനാൻഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു സ്ഥിരമായ ഒന്നല്ല. എന്നുവെച്ചാൽ ഇന്റർനാഷണൽ സിനാരിയോസ്, ഫോർ എക്സാമ്പിൾ നാളെ US ഫെഡോ അതുപോലുള്ള ഏതെങ്കിലും അവർ ഇൻട്രസ്റ്റ് റേറ്റ് ഉയർത്തിക്കഴിഞ്ഞാൽ അവർ ഇവിടെ നിന്ന് നമ്മൾ നിക്ഷേപം പിൻവലിച്ചു പോകും. അങ്ങനെയുള്ളപ്പോൾ ഇത് അഗെയിൻ നമ്മളുടെ റുപ്പിയെ ബാധിക്കും. ഇവിടെ നമുക്ക് ഈ ഷോർട്ട് ടേം ഫൈനാൻഷ്യൽ ക്യാപിറ്റലുള്ള ഡിപ്പെൻഡൻസിയാണ് നമ്മളുടെ ഒരു പ്രധാന പ്രശ്നം. നമുക്ക് ആവശ്യത്തിന് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഉണ്ട് എന്ന് പറയുന്നത് 600 ബില്യണിന്റെ മുകളിൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ റിസർവ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പരിഹാരമല്ല. പ്രത്യേകിച്ചും നമ്മുടെ കറൻസി മാനേജ് ഫ്ലോട്ട്, ഇതിൽ ഒരിക്കലും റിസർവ് ബാങ്ക് ഒരിക്കലും കറൻസിയുടെ ഒരു വില എന്ന് വെച്ചാൽ ഒരു റേറ്റിനെ പിടിച്ചു നിർത്താൻ ഒരിക്കലും ഇന്റർവീൻ ചെയ്യില്ല. മറിച്ച് മാർക്കറ്റ് വോളറ്റിലിറ്റി കുറയ്ക്കാൻ മാത്രമേ കൊണ്ടുവരുന്നുള്ളൂ. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഒരു കറൻസിയുടെ വേണ്ടി ആ പർട്ടിക്കുലർ റിസർവ് ബാങ്ക് നമ്മൾ ഇങ്ങനെ ഇന്റർവെൻഷൻസ് നടത്തിക്കൊണ്ടിരുന്നാൽ തന്നെ ഇവിടെ ഒരു ഇംബാലൻസ്, എക്സ്റ്റേണൽ ഇംബാലൻസ് ഉണ്ടെന്നാണ് അതിനെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ പണപ്പെരുപ്പം, ഗ്രോത്ത് ആൻഡ് ഇൻഫ്ലേഷൻ ഡൈനാമിക്സ് എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ ബാങ്ക് ഉണ്ട്, RBI.
RBI നമ്മൾ പറയുമ്പോൾ RBI ഇൻഡിപെൻഡന്റ് ആണ്, പക്ഷെ RBI ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ ഒരു പർട്ടിക്കുലർ ഈ ഗ്രോത്ത് ഇൻഫ്ലേഷൻ നെക്സസ് ഇതിൽ നിന്നുകൊണ്ടാണ് RBI നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ RBIയുടെ ഒരു എന്താണ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് ഒരു ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ശരിയാണ്. ഞാൻ RBI ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ, അദ്ദേഹം പറഞ്ഞതുപോലെ രൂപയുടെ മൂല്യച്യുതി തടയാൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും റിസർവ് ബാങ്കിൻ്റെയും ഭാഗത്തു നിന്ന് ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? നമസ്കാരം. നമ്മുടെ ഒരു പാരഡോക്സ്, നേരത്തെ സംസാരിച്ചതുപോലെ ഒരു പാരഡോക്സാണ്, അല്ലെങ്കിൽ ഒരു എന്തുകൊണ്ട് ഒരു ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമി, വേൾഡിലെ ഏറ്റവും വലിയ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നൊരു എക്കോണമി ഒരു വേഴ്സ്റ്റ് പെർഫോമിംഗ് റുപ്പി അല്ലെങ്കിൽ വേഴ്സ്റ്റ് പെർഫോമിംഗ് കറൻസിയെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതൊരു വലിയ പാരഡോക്സ് ആണ്. അപ്പോൾ അതാണ് നമ്മുടെ ചർച്ചയുടെ ഒരു കാരണവും, എസ്പെഷ്യലി അതെങ്ങനെയാണ് ഒരു സാധാരണക്കാരനെ. അപ്പോൾ ഇതിനകത്ത് പോളിസി ഇന്റർവെൻഷൻ എന്തുകൊണ്ട് ചെയ്യുന്നില്ല റിസർവ് ബാങ്ക് എന്നുള്ളത് വളരെ എനിക്ക് തോന്നുന്നു മെഷേർഡാണ്. വളരെ വൈൽഡായിട്ട് മാത്രം ഷിഫ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ RBI ഇറങ്ങുന്നുള്ളൂ. ഏതാണ്ട് പറഞ്ഞില്ല 700 ബില്യൺ അടുപ്പിച്ചുള്ള ഒരു റിസർവ്, ഡോളർ റിസർവ് നമുക്കുണ്ടെങ്കിലും അല്ലെങ്കിൽ വിദേശ റിസർവ് നമ്മളുണ്ടെങ്കിലും ഇതിനകത്ത് വളരെ ശക്തമായി RBI ഇറങ്ങുന്നില്ല. അതിന് ഒരു റീസൺ ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു സാധാരണക്കാരന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയുകയാണെങ്കിൽ, ഒരു പോളിസി ഇന്റർവെൻഷൻ ആവശ്യപ്പെടുന്ന സമയത്ത് മാത്രമേ റിസർവ് ബാങ്ക് ഇറങ്ങുന്നുള്ളൂ. 2, ഇതിന്റെ മൂല്യം ആക്ച്വലി ഒരു അണ്ടർസ്റ്റേറ്റഡ് ആണോ എന്ന് പോലും അല്ലെങ്കിൽ ഓവർ സ്റ്റേറ്റഡ് ആണോ എന്ന് പോലും പലരും സംശയിക്കുന്നുണ്ട്. അതിന് ഒരു എക്കണോമിക് ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. എന്തായാലും ഇതിന്റെ കാരണങ്ങൾ എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ഈ ടൈറ്റിൽ ചോദിക്കുന്നത് ആരാണ് റെസ്പോൺസിബിൾ, അല്ലേ? നമ്മൾ ആരൊക്കെയാണ് ഇതിന്റെ കാരണക്കാർ, ഇത് ഒരു ഡിപ്രീഷിയേറ്റ് ചെയ്യാൻ എന്നുള്ളതിൻ്റെ ഒരു റീസണാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അതിൻ്റെ മേജർ 3 പ്ലേയേഴ്സാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന 3 പ്ലേയേഴ്സാണ്. അതിലൊന്ന് ഇമ്പോർട്ടേഴ്സ്. അപ്പോൾ വിദേശത്ത് നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന എന്താ? ഇലക്ട്രോണിക് മെയിനായിട്ട് ഓയിലിൻ്റെ ഒരു ഇമ്പോർട്ടാണ്. അത് വേണ്ട എന്നാരും പറയില്ല. കാരണം നമ്മുടെ 85 to 90% ഓഫ് ദ റിക്വയർമെൻറ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. അപ്പം ഡിപ്പെൻഡൻസി ഓയിൽ എനർജി സെക്ടറിൽ നമുക്കുണ്ട്. അപ്പോൾ അവിടെ ആത്മനിർഭരത ആകണമെങ്കിൽ അതിന് ഒരുപാട് ഈ പറയുന്ന ആൾട്ടർനേറ്റ് എനർജി അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോകണം. എനിവേ, അപ്പോൾ ഇതൊരു മേജർ പ്ലെയർ എന്ന് പറയുന്നത് ഇമ്പോർട്ടേഴ്സ് ആണ്, ഓയിൽ മാനുഫാക്ചറിങ്. അതുപോലെ ഫാർമയുടെ ഇൻഗ്രീഡിയൻസ്, APIs എന്ന് പറയും, ഇലക്ട്രോണിക് കമ്പണൻസ്. ഇതിനൊക്കെ പുറമേ നമ്മുടെ കൾച്ചറലി നമുക്ക് വളരെ ഇതായിട്ട് പിടിക്കുന്ന ഗോൾഡിൻ്റെ ഇമ്പോർട്ട്. രണ്ടാമത്തെ പ്ലെയർ എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിക്കേണ്ടായി FIIs, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. ഇവർ ചെയ്യുന്നത് എന്താ? ബോണ്ട് മാർക്കറ്റിലും സ്റ്റോക്ക് മാർക്കറ്റിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യും. അതിൻ്റെ പണം അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ മാറും, അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ റിസ്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ അവർ പണം എടുത്തുകൊണ്ട് പോകും. അവരുടെ കാരണം വാസ്തവം പറഞ്ഞാൽ ഈ FIIsന് പോലും നഷ്ടമുണ്ടായിക്കൊണ്ട് തന്നെയാണ് അവർ ഈ പണം വിഡ്രോ ചെയ്ത് കൊണ്ടുപോകുന്നത്. കാരണം നമുക്കറിയാം, ഒരു 83 രൂപയിൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തത് 90 രൂപ ആകുമ്പോൾ തിരിച്ചെടുത്തുകൊണ്ട് പോകുമ്പോൾ നഷ്ടമുണ്ടാകും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ FIIs എന്തുകൊണ്ട് അത് ചെയ്യുന്നു? ഒരു US ഫെഡറേറ്റോ അല്ലെങ്കിൽ അവർക്ക് ക്യാപിറ്റൽ തിരിച്ചു മതി, ഒരു റിസ്ക് അവേഴ്സ് ആണ് ഈ FIIs എല്ലാം. അപ്പോൾ ഇതിൻ്റെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഒക്കുകയില്ല. കാരണം ഒരു ഭാരതത്തിൻ്റെ ഒരു റെപ്യൂട്ടേഷനെ ബാധിക്കുന്നതാണ് ഈ പണം ഇവിടെ തിരിച്ചു കൊണ്ടുപോകാൻ ഒക്കില്ല എന്നൊക്കെ പറയുന്നത്. മൂന്നാമത്തതാണ് RBI ഒരു സ്ട്രക്ചറലായിട്ടുള്ള അല്ലെങ്കിൽ പോളിസി ഇന്റർവെൻഷൻ ചെയ്യുന്ന ഒരു ഏജൻസിയാണ്. അത് ഡെഫിനറ്റ്ലി ഏത് പോളിസി ആണെങ്കിലും ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അതിനകത്ത് കാണും. അതിൻ്റെ ഒരു പോളിസി ഇൻ്റർവെൻഷൻ അനുസരിച്ച് അല്ലെങ്കിൽ പോളിസി അനുസരിച്ചായിരിക്കും RBI. നമുക്കറിയാം, ഇതിനു മുമ്പ് രഘുറാം രാജൻ അദ്ദേഹമൊക്കെ ഇരുന്നപ്പോഴത്തേക്ക് ദർ ഹാസ് ബീൻ ഒരു വേരിയൻസ് ഉണ്ടായിരുന്നു, ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഇപ്പം കുറെ കൂടെ അലൈൻഡ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ്. ഇതിനൊക്കെ പുറമെ നമ്മൾ എല്ലാവരും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് ഭാരതത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ, ഒരുപാട് കമ്പനീസ് വിദേശത്ത് നിക്ഷേപം നടത്തുന്നുണ്ട്. ODI എന്ന് പറയും, ഓവർസീസ് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയും. ഇന്ന് നെറ്റായിട്ട് നോക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് വന്ന ഇൻവെസ്റ്റ്മെന്റും
ഇന്ത്യയിൽ നിന്ന് കമ്പനികൾ വിദേശത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തതും തമ്മിൽ നോക്കുകയാണെങ്കിൽ നെറ്റ് ഏതാണ്ട് $1 ബില്യൺ വ്യത്യാസമേ ഉള്ളൂ. അപ്പം FDIs കൊണ്ട് അല്ലെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്സ് കൊണ്ട് ഉണ്ടായിരുന്ന ബെനിഫിറ്റ് പോലും ഇപ്പം കുറഞ്ഞിരിക്കുന്നു. കാരണം ഭാരതം ഇന്ന് വിദേശ രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ്മെന്റ്, നമുക്കറിയാം ഈ മഹീന്ദ്രസ് ആണെങ്കിലും ടാറ്റാസ് ആണെങ്കിലും ഇവരൊക്കെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലൊക്കെ അക്വിസിഷൻസ് ഒരുപാട് നടത്തുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി നമ്മുടെ ഒരു ഇൻഫ്ലോ ഔട്ട്ഫ്ലോ മാനേജ്മെന്റിലാണ്. കാരണം നമുക്കറിയാം ഈ ഡോളറിന്റെ റേറ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഡൈനമിക്സ് അനുസരിച്ചാണ്, ഒരു ഡിമാൻഡ് സപ്ലൈ അനുസരിച്ചാണ് ഇതിന്റെ ഒരു മെജോറിറ്റി ആയിട്ട് പോകുന്നത്. അതിനായിട്ടുള്ള ഒരു റിയൽ വാല്യൂ എന്താണ് എന്നൊക്കെ പറയുന്നത് ഒരു കാൽക്കുലേഷൻ സെപ്പറേറ്റ് ആയിട്ടുണ്ടെങ്കിലും നമ്മളെ നേരിട്ട് ബാധിക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് വിദേശ കറൻസിയിലെ വിനിമയ നിരക്ക് തന്നെയാണ്. അപ്പോൾ ബേസിക്കലി ഒരു ഗവൺമെന്റ് ഇന്റർവെൻഷൻ വളരെ കോഷ്യസ് ആയിട്ട് ചെയ്യുന്ന ഒരു സമയമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ട്, ഈ പറയുന്ന നമ്മുടെ ഒരു വിദേശത്തേക്ക് ഒരൊറ്റ മിനിറ്റ് കൂടെ ജസ്റ്റ് കംപ്ലീറ്റ് ദിസ്. അതായത് നമ്മുടെ ഈ പ്രൊഡക്ഷൻ, നമ്മുടെ GDP കൂടുകയാണ്, നമ്മുടെ പ്രൊഡക്ഷൻ കൂടുകയാണ്. അപ്പോൾ എനർജി കസ്റ്റലിംഗ് കമ്പനീസ് ഉണ്ട്, പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽ ഇൻപുട്സ് ഉണ്ട്. അപ്പം നാച്ചുറലി ഇമ്പോർട്ടിന്റെ ഒരു വേഗത കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഡിപ്രീസിയേഷൻ വരുന്നത്. ആ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഡൈനമിക്സ് ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ശരി, വ്യക്തമാണ്. ഡോക്ടർ അജിത് കുമാർ, രൂപയുടെ വിലയിടിവ് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളം പോലൊരു സംസ്ഥാനത്ത് സാമ്പത്തിക രംഗത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തുന്നത്? ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം ഈ രൂപയുടെ വിനിമയ മൂല്യം കുറയുമ്പോൾ, ഇപ്പൊ തന്നെ 91 എന്ന നിലയിൽ എത്തുമ്പോൾ നമുക്ക് രൂപയിലുള്ള കോൺഫിഡൻസ് കുറയാൻ തുടങ്ങിയിട്ടുണ്ട്. അതാണ് ആദ്യത്തെ പ്രശ്നം. ഇപ്പം കച്ചവടക്കാർക്ക് തന്നെ ഇപ്പൊ താങ്കൾ ഒരു സ്പെസിഫിക് ആയിട്ട് ചോദിച്ചുകൊണ്ട് പറയാണ്, അവർക്ക് തന്നെ ഇപ്പൊ ഒരു തോന്നൽ വന്നു തുടങ്ങിയിട്ടുണ്ട്, ഈ ഡോളറിൽ എത്ര വിശ്വസിക്കാൻ പറ്റും. ഒരു വിശ്വാസക്കുറവ് വളരെ കൃത്യതയോടെ നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച്, നമ്മുടെ എക്സ്പോർട്ടേഴ്സിന്റെ ഇടയിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ചും അവിടെയാണ് നമ്മുടെ ഈ ടാരിഫിന്റെ ഇഷ്യൂ വന്നിരിക്കുന്നത്. ഈ 50% എന്ന ടാരിഫ് ഓഗസ്റ്റിൽ US ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അത് കുറയ്ക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ നമ്മള് ഒരു ചെറിയൊരു ബ്രെഡ് കഷ്ണം പട്ടിയുടെ മുമ്പിൽ വെക്കുന്ന പോലെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരിടത്തും എത്തുന്നില്ല, ഒരിടത്തും എത്തുമോന്നും അറിയില്ല. അപ്പൊ അത് നമ്മുടെ ഇവിടുത്തെ എക്സ്പോർട്ടേഴ്സിനെ, പ്രത്യേകിച്ചും നമ്മളെ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്തിരിക്കുന്ന മെറൈൻ സെക്ടറിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് പറ്റുന്നു, മറ്റ് മാർക്കറ്റ്സിലേക്ക് അവർക്ക് ഡൈവേഴ്സിഫൈ ചെയ്താൽ കൊള്ളാറുണ്ട്. പക്ഷെ അതിനും വളരെയധികം നിബന്ധനകളുണ്ട്. കാരണം അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റാത്തത് വേറെ വല്ല രാജ്യങ്ങളിലേക്ക് മാറ്റാൻ പറ്റുമോ, അതിനുള്ള പോളിസീസ് ഒന്നും സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുമില്ല. സർക്കാർ എന്താ പറഞ്ഞത്, ഞങ്ങൾ ശരിക്കും പ്രഷർ ഇടുന്നുണ്ട്, അവർ 50% നിന്ന് കുറയ്ക്കും. ബൈലാറ്ററൽ ടോക്സ് നടക്കുന്നുണ്ട്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി വന്നു, ഇന്ത്യൻ സ്റ്റേറ്റ് സെക്രട്ടറി അങ്ങോട്ട് പോയി. അങ്ങനെ കുറച്ചു കാലം ആ വിശ്വാസം ഉണ്ടാവും. ആ വിശ്വാസം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ, അതിന്റെ ഒരു റിഫ്ലക്ഷനാണ് ഈ ഡോളറിന്റെ വില ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എക്സ്പോർട്ടേഴ്സ്, ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് പറഞ്ഞത്, എക്സ്പോർട്ടേഴ്സിന് വിശ്വാസക്കുറവ് വന്നിട്ടുണ്ട്. എക്സ്പോർട്സ്, പ്രത്യേകിച്ച് നമ്മുടെ പ്രൈമറി പ്രോഡക്ട്സ് ഇപ്പൊ എക്സ്പോർട്സ് വെർച്വലി നടക്കുന്നില്ല. ആ ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ആകെത്തുക നോക്കുമ്പോൾ ഈ മാസം നമ്മുടെ ഡെഫിസിറ്റ് കുറഞ്ഞു എന്ന് നാം കാണുമ്പോൾ, ഈ ഡെഫിസിറ്റ് കുറഞ്ഞത് ഒരു ടെമ്പററി ഫിനോമിനനാണ്. മാത്രമല്ല ഇപ്പൊ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് സാറ് പറഞ്ഞതുപോലെ ഇമ്പോർട്ട്സ് ഇപ്പം ഈ എനർജി സെക്ടറൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നതിന്റെ ഒരു കണക്കില്ല. അപ്പൊ എന്റെ ഒരു ഫീലിംഗ് എന്താന്ന് പറഞ്ഞാൽ, സർക്കാർ ഇതിൽ ഇന്റർവീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡോളർ സെഞ്ചുറി അടിക്കും, യാതൊരു സംശയമില്ല. അതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഡോളർ സെഞ്ചുറിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സെഞ്ചുറി അടിക്കുകയും ചെയ്യും. ശരി, വ്യക്തമാണ്. താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ അനൂപ്, പെട്രോൾ ഡീസൽ വിലയിലും അതുവഴി നിത്യോപയോഗ സാധനങ്ങളുടെ വിലയിലും ഇത് ഉണ്ടാക്കാൻ പോകുന്ന ആഘാതം എത്ര വലുതായിരിക്കും? അത് എന്ന് പറയുമ്പോ
അത് ഡയറക്റ്റ് ആയിട്ടും വരാം, ഇൻഡയറക്റ്റ് ആയിട്ടും വരാം. എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഓയിൽ ഇമ്പോർട്ട്സിൽ അഗെയിൻ ഓയിൽ ഇമ്പോർട്ട്സിൽ എണ്ണ കമ്പനികൾക്ക് ഫ്രീ ഹാൻഡ് കൊടുത്തിരിക്കുകയാണ്. അവർക്കത് ഏത് പോയിന്റിൽ വേണമെങ്കിലും അവർക്കത് ഇത് ചെയ്യാം. പക്ഷെ അങ്ങനെ കൊടുത്തുന്ന ഇറ്റ്സ് ലാർജ്ലി പൊളിറ്റിക്കൽ. നമുക്കറിയാം പലയിടത്തും ഇത് ഇപ്പോൾ ഒരു ഫ്രീ ഹാൻഡ് കൊടുത്താലും കുറച്ചു കാലമായിട്ട് തൊടാതെ വെച്ചിരിക്കുകയാണ് ബിക്കോസ് ഓഫ് വേരിയസ് റീസൺസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഇമ്മീഡിയറ്റ് ഇമ്പാക്ട്, ഇഫ് അറ്റ് ഓൾ അവരുടെ ഒരു പ്രോഫിറ്റ് കുറയാണെന്ന് പറഞ്ഞാൽ വ്യത്യാസം ഉണ്ടാവും. ആ ഷോക്ക് നേരിട്ട് വരാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇമ്പോർട്ട്സ്, ബാക്കിയുള്ള ഇമ്പോർട്ട്സ് കോസ്റ്റ്ലി ആവും. ഓയിൽ അല്ലാതെ ബാക്കി നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, അത് കോസ്റ്റ്ലി ആവും. അത് അപ്പോൾ ആ ഒരു സൈഡിൽ പ്രശ്നം വരും. പിന്നെ അഗെയിൻ ചില സർവീസ് സെക്ടറിൽ ചില എസ്പെഷ്യലി ക്ലൗഡ് സർവീസസ് ഒക്കെ അതെങ്ങനെയാണ് ബില്ല് ചെയ്യുന്നതെന്ന് പോലെ ഇരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ AWS പോലെയുള്ള, എനിക്ക് അതിന്റെ എക്സാക്റ്റ് അറിയില്ല, അവരുടെ ബില്ലിംഗ് ഡോളറിലാണ് എങ്കിൽ വി വിൽ ഗെറ്റ് അഫക്റ്റഡ്. നല്ല രീതിയിൽ വ്യത്യാസം വരും. പക്ഷെ ഈ ഇമ്പാക്ട് എന്ന് പറയുന്നത് ഒരു ഒറ്റ സ്ട്രെച്ചിലുള്ള ഇമ്പാക്ട് ആവില്ല. ചിലതൊക്കെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വരും, ചിലതൊക്കെ കുറച്ച് സമയം എടുത്തേ വരും. ഫോർ എക്സാമ്പിൾ സർവീസ് സെക്ടറിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോളർ ബില്ലിംഗ് ഉള്ളിടത്തൊക്കെ നിങ്ങൾ അടുത്ത മാസത്തെ ബില്ലിംഗ് സൈക്കിൾ തൊട്ട് യു വിൽ ഫീൽ ഇറ്റ്. പക്ഷെ ബാക്കിയുള്ള സെക്ടറിൽ, നമ്മുടെ ഒരു ഗുഡ് സെക്ടറിലൊക്കെ എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ടേക്ക് ടൈം. 2-3 മാസത്തെ ഡിലേ വരാം. പക്ഷെ അത് തീർച്ചയായും നമ്മളുടെ എല്ലാ സെക്ടറിലും ഉണ്ടാകും. അത് ഇമ്പോർട്ട് ഇന്റൻസിറ്റി എന്തുമാത്രം ഇരിക്കുന്ന ഓരോ സെക്ടറിലും അതനുസരിച്ച്. ഇലക്ട്രോണിക്സിലാണെങ്കിൽ പോലും വരും, ഇലക്ട്രോണിക്സിൽ വരാം. എനർജിയിൽ അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ അതിന് ഇപ്പോഴും ഒരു ചെറിയൊരു പോളിസി സൈഡിൽ കിടപ്പുണ്ട്. സർവീസ് സെക്ടറിൽ പെട്ടെന്ന് വരും. ശ്രീ അനൂപ്, അങ്ങനെ പറയുമ്പോൾ തന്നെ രൂപയുടെ ഈ വിലയിടിവ് ഒറ്റ തവണ ഒറ്റയടിക്ക് ഉണ്ടാകുന്നതല്ലല്ലോ, കാലാകാലങ്ങളായി ഡിപ്രീസിയേഷൻ നിലനിൽക്കുന്നതല്ലേ. ആ തരത്തിൽ സാമ്പത്തിക രംഗവുമായി തട്ടിച്ചു നോക്കുമ്പോൾ സാമ്പത്തിക മേഖലയിൽ അതിനുള്ള ആഘാതം ഉണ്ടായിട്ടുണ്ടോ? പക്ഷെ അത് എന്ന് പറയുമ്പോൾ ഒരു ഓവർ ദ ടൈം ഒരു ഡിപ്രീസിയേഷൻ നമുക്ക് വരും. ഓവർ ദ ടൈം അതൊരു എന്താണ് പറയുക, അത് നാച്ചുറലി ഒരു എക്സ്പോർട്ട്, ഒരു എമർജിങ് എക്കോണമിയുടെ കറൻസി ഓവർ ദ ടൈം ഡിപ്രീഷിയേറ്റഡ് ആകും. നമ്മുടെ കറൻസി അണ്ടർ വാല്യൂ ചെയ്ത് ഇത് പിടിച്ചു വെക്കുന്നുമില്ല. ചൈനയുടെ കാര്യത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ കറൻസിയുടെ വാല്യുവേഷൻ ആയിരുന്നു ആളുകൾക്ക് സംശയമുണ്ട് ബിക്കോസ് ഓഫ് ദ വേ റെംനിബിയുടെ ഒരു ചൈനീസ് സെൻട്രൽ ബാങ്ക് ഫംഗ്ഷൻ ചെയ്യുന്ന രീതി വെച്ച്. പക്ഷെ ഇന്ത്യയുടെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ ഒരു ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മളിത് മാനേജ് ഫ്ലോട്ട് ആണ്. നമ്മൾ ഒരിക്കലും റേറ്റ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മൾ ഒരിക്കലും രൂപയുടെ റേറ്റ് കൺട്രോൾ ചെയ്തിട്ടില്ല. പക്ഷെ ഒരു നാച്ചുറൽ ഒരു ഫ്ലോ ഉണ്ട്, ഒരു ഓവർ ദ ടൈം ഡിപ്രീസിയേഷൻ ഉണ്ട്. അത് പ്രശ്നമല്ല. പക്ഷെ ഇതുപോലെയുള്ള നമ്മൾ ഇപ്പൊ കാണുന്ന ഡിപ്രീസിയേഷന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഇന്റേണൽ മാക്രോ എക്കണോമിക് ഫണ്ടമെന്റൽസ് സ്ട്രോങ് അല്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. പ്രധാനമായിട്ടും പറഞ്ഞാൽ നമ്മുടെ മാനുഫാക്ചറിങ് സെഗ്മെന്റ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മേക്കിംഗ് ഇൻ ഇന്ത്യ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ചൊന്നും നടന്നില്ല. അത് കഴിഞ്ഞ് ആത്മനിർഭർ ഭാരത് ക്യാമ്പയിൻ എന്ന് ഇപ്പൊ നടക്കുന്നു, പ്രത്യേകിച്ചൊന്നും നടക്കുന്നില്ല. നമ്മുടെ മാനുഫാക്ചറിങ് ബേസ് ഏതാണ്ട് അതുപോലെ തന്നെ നിൽക്കുകയാണ്. ഈ മാനുഫാക്ചറിങ് ബേസ് സ്ട്രോങ് ആയി ഒന്നുകിൽ നമുക്ക് വേണ്ട ക്യാപിറ്റൽ ഗുഡ്സ് നമ്മൾ ഇവിടെ ഇത് പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ മാനുഫാക്ചറിങ് സെക്ടർ സ്ട്രോങ് ആയി നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് നമ്മുടെ എക്സ്പോർട്ട് സെക്ടർ സ്ട്രോങ് ആക്കി നമ്മുടെ എക്സ്റ്റേണൽ ഇംബാലൻസ് കുറച്ചുകൊണ്ട് വരണം. ഇത് രണ്ടും ചെയ്താൽ മാത്രമേ നമ്മുടെ കറൻസി ഒരു സ്റ്റേബിൾ ആയിട്ട് നിൽക്കൂ. അങ്ങനെ നിൽക്കുന്ന ഒരു പോയിന്റിൽ യെസ്, ഒരു നാച്ചുറൽ ഡിപ്രീസിയേഷൻ ഈസ് ഫൈൻ, അത് അക്സെപ്റ്റബിൾ ആണ്. പക്ഷെ അല്ലാത്ത ഒരു പോയിന്റിൽ നമ്മുടെ ഇങ്ങനെ ഒരു വീക്കായ ഒരു മാനുഫാക്ചറിങ് ബേസ് വെച്ചുകൊണ്ട് നമ്മൾ എക്സ്റ്റേണൽ ഷോക്സ് വരുന്നു. നമ്മുടെ ഫോറിൻ ഇതെന്ന് പറയുന്നത് കൂടുതലും ഫൈനാൻസ് ക്യാപിറ്റൽ ആണ്. അതെന്ന് വെച്ചാൽ ബൈ ഇറ്റ്സ് വെരി ഡെഫിനിഷൻ വോളറ്റൈൽ ആണ്. അപ്പൊ നമ്മുടെ റിസർവ്സ് എന്ന് പറയുന്നത് ലാർജ്ലി ഫൈനാൻഷ്യൽ ക്യാപിറ്റൽ ബേസിലാണ്. പക്ഷെ ഫോർ എക്സാമ്പിൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ചൈനയുടെ എടുത്തു കഴിഞ്ഞാൽ അത് ഇതല്ല, ഫൈനാൻസ് ക്യാപിറ്റൽ അല്ല, ടാഞ്ചിബിൾ ക്യാപിറ്റൽ ആണ് അവിടെ കൂടുതൽ. സോ നമ്മുടെ റിസർവ്സ് 600 ബില്യൺ ഉണ്ടെങ്കിൽ കൂടി അത് വരുന്ന റൂട്ട് വേറെയാണ്. ശരി. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന, ഞാൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. സോ ശരി, വ്യക്തമാണ്. ഈ കാണുന്ന തകർച്ച എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് നാച്ചുറൽ, അങ്ങനെ വരരുത്. നോർമലി ശരി, ഡിപ്രീസിയേഷൻ ഉണ്ടാകും, പക്ഷെ ഇത്ര ഒരു ക്രാഷ്, ഇതൊരു ക്രാഷ് ആണ്, തകർച്ച ഉണ്ടാകാൻ പാടില്ല. ശരി, വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ,
ഒരു കാലത്ത് രൂപയുടെ മൂല്യം ഇടിയുന്നത് രാജ്യത്തിൻ്റെ അഭിമാനം ഇടിയുന്നതിന് തുല്യമാണ് എന്ന് പ്രസംഗിച്ചിരുന്ന പാർട്ടിയാണ് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത്. ഇപ്പോൾ രൂപ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ താഴ്ചയിലാണ്. രാജ്യം സാമ്പത്തികമായി കുതിക്കുന്നുവെന്ന് അവകാശപ്പെടുമ്പോഴും കറൻസി മാത്രം കിതയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് സാമ്പത്തിക നയങ്ങളുടെ ഒരു പരാജയമാണോ? സർട്ടൻലി നോട്ട്. ഞാൻ ഇവിടെ ഈ പറഞ്ഞ രണ്ട് എക്കണോമിസ്റ്റുകളും പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. അത് അങ്ങ് പറഞ്ഞത് കുതിക്കുന്നു എന്ന് അവകാശപ്പെടുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കാണുന്നു. ഞാൻ 2-3 കാര്യങ്ങൾ പറയാം. ഇതിൻ്റെ ഒരു ബോണ്ട് സെൽ ഓഫ് ആയിട്ട്, അതായത് ഇവിടെ ഇന്ത്യൻ ഗവൺമെന്റ് കൊടുക്കുന്ന ഡെറ്റ് വെളിയിൽ ആരും വാങ്ങിക്കുന്നില്ല എങ്കിൽ നമുക്ക് ട്രസ്റ്റ് ഡെഫിസിറ്റ് എന്ന് പറയാം. ആക്ച്വലി ഇവിടെ നടക്കുന്ന എന്താ, ഗ്ലോബൽ ബോണ്ട് ഇൻഡിസസിൽ JP മോർഗൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനകത്ത് ബില്യൺസ് ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്പർ 1. നമ്പർ 2, FDI ഡ്രൈവ്. ഞാൻ പറഞ്ഞു നേരത്തെ, അതിന്റെ കാരണം പറഞ്ഞു. ഇവിടെ മാനുഫാക്ചറിങ് നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇന്ന് ഒരു മൊബൈൽ ഫോൺ പോലും നമ്മൾ വെളിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നില്ല. നമ്മൾ ഇവിടെ ആപ്പിൾ പോലുള്ള ഭീമന്മാർ ഇവിടെ മാനുഫാക്ചറിങ് തുടങ്ങുന്നു. നാച്ചുറലി ക്യാപിറ്റൽ എക്യുപ്മെന്റ് നമുക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന എക്യുപ്മെന്റിന്റെ മാനുഫാക്ചറിങ് നമ്മൾ പണ്ട് മുതലേ ചെയ്തിട്ടില്ല. അതിനി എടുക്കണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. മാനുഫാക്ചറിങ് PMI എന്നൊക്കെ പറയുന്നത് വളരെ, പർച്ചേസ് മാനേജേഴ്സ് ഇൻഡെക്സ് എന്നൊക്കെ പറയുന്നത് വളരെ റോബസ്റ്റ് ആണ്. 52 53 എന്തോ ആണ് കഴിഞ്ഞ മാസത്തെ. അതുപോലെ തന്നെ ഡൗൺഗ്രേഡ്സ് ഇല്ല. ഇവിടെ ഔട്ട്ലുക്ക് റിമെയിൻ സ്റ്റേബിൾ, വളരെ പോസിറ്റീവ് ആൻഡ് പ്രൊആക്റ്റീവ് ആയിട്ടുള്ള ഹൈ ഗ്രോത്ത് സ്റ്റേബിൾ ആണ് എല്ലാ റേറ്റിംഗ് ഏജൻസീസും കൊടുത്തിട്ടുള്ളത്. അതല്ലാതെ എന്താ നമുക്ക് വേണ്ടത്? അപ്പോൾ ഇതിന് സ്ട്രക്ചറലായിട്ടോ പോളിസി ഇന്റർവെൻഷനിലായിട്ടോ ഉള്ള ഒരു കാര്യമില്ല, ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു കാൽക്കുലേറ്റഡ് റിസ്ക്. അപ്പോൾ അതിന്റെ ബെനിഫിറ്റ് എന്താ? നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്നത് മുഴുവൻ ഇതിന്റെ നെഗറ്റിവിറ്റീസ് ആണ്. നമ്മുടെ റുപ്പി താഴ്ന്നു പോയത്. ആക്ച്വലി ഇതിനകത്ത് RBI ഇത് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ തായ്ലൻഡും ബംഗ്ലാദേശും പോലുള്ള രാജ്യങ്ങളുമായിട്ടാണ് കമ്പീറ്റ് ചെയ്യുന്നത് നമ്മുടെ സാധനം ഇത് ചെയ്യാൻ. നമുക്ക് ടാരിഫ് ഇത് ചെയ്തെങ്കിൽ നമുക്ക് വലിയ ഇമ്പാക്റ്റ് ഉണ്ടായിട്ടില്ല നമ്മുടെ GDP ഗ്രോത്തിൽ. നമ്മൾ FTA എന്ന് പറയുന്നത് സ്വിച്ചിട്ട പോലെ നാളെ മുതൽ മാറ്റിക്കൊടുത്ത് ഇത് ഇവിടെ വാങ്ങിച്ചില്ലെങ്കിൽ അപ്പുറത്ത് കൊടുക്കുക എന്ന് പറയുന്ന ഒരു രീതിയല്ല ഇന്റർനാഷണൽ. ഇതൊന്നും അറിഞ്ഞുകൂടാത്ത ആളുകളല്ല ഇതിനെപ്പറ്റി പറയുന്നത്. ഇത് ചെയ്യുന്ന കാര്യങ്ങൾക്ക് പോളിസി വളരെ വളരെ ന്യൂട്രലായിട്ട് അല്ലെങ്കിൽ വളരെ സ്റ്റേബിളായിട്ട്, അതുകൊണ്ടാണ് കൺട്രിക്ക് ഗ്രോത്ത് ഉണ്ടാകുന്നത്. ഒരു ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാത്തത്, നമ്മുടെ രാഷ്ട്രത്തിന് അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഇല്ലാത്തത്. എല്ലാ മേജറായിട്ട് ഉള്ള മൈക്രോസോഫ്റ്റ് ആകട്ടെ, അതുപോലെ തന്നെ ആപ്പിൾ ആകട്ടെ, ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ആമസോൺ ആകട്ടെ, ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ്സ് ഇന്ത്യയിലേക്ക് വരുന്നത് നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു വേൾഡ് ഗ്ലോബൽ ഒരു ഇൻവെസ്റ്റേഴ്സ് കോൺഫിഡൻസ് തന്നെയാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഡിമാൻഡ് സപ്ലൈ ആണ് നമ്മുടെ ഒരു വിനിമയ നിരക്ക് കൺട്രോൾ ചെയ്യുന്നത്, പോളിസി ഇന്റർവെൻഷൻസ് അല്ല. അപ്പൊ നേരത്തെ ചൈനയുടെ കാര്യം പറഞ്ഞു. ചൈനയ്ക്ക് അകത്ത് നടക്കുന്ന എന്താ ഇല്ലയോ എന്നുള്ള കാര്യം അവിടുത്തെ ഒരു എന്താ പറയുന്ന ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് തീരുമാനിക്കുന്നത് ഇതാണെന്ന്. ആർക്കും അതിനകത്ത് ഒരു അയൺ വാൾ ഭേദിച്ച് അകത്ത് കിടന്ന് നോക്കാൻ. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ ട്രാൻസ്പെറന്റ് ആണ്. നമുക്ക് ചെയ്യാനൊക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് നാട്ടിൽ അറിയാം. നമ്മുടെ ഡേറ്റ ക്വാളിറ്റി മോശമാണെന്നുള്ളത്, അല്ലെങ്കിൽ സി ഗ്രേഡ് ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്നാൽ പോലും നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു അംഗീകാരം, നമ്മുടെ മാനുഫാക്ചറിങ് സെക്ടറിലുള്ള ബൂസ്റ്റ്, എനർജി സെഗ്മെന്റിൽ നമുക്ക് ഈ പറയുന്ന കാലാകാലങ്ങളായിട്ട് നമ്മൾ ഒരു പര്യവേഷണവും നടത്തിയിട്ടില്ല. നമുക്ക് ഒരു നാളെ മുതൽ ഒരു വെല്ല് നമുക്ക് ചെയ്യാനൊക്കില്ല, ഇൻഡിജിനസ് പ്രൊഡക്ഷൻ നടത്താനൊക്കില്ല, ക്യാപിറ്റൽ എക്യുപ്മെന്റ് നമുക്കില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കാലഘട്ടം കൊണ്ട് മാത്രമേ ഇതിനെ മാറ്റി എഴുതാൻ കഴിയൂ. പക്ഷേ ഞാൻ വളരെ പോസിറ്റീവാണ്. ഇതിനകത്തൊരു പോളിസി ഫെയിലിയർ ഉണ്ട് എന്ന് നമുക്ക് ഒരിക്കലും ഒരു മാക്രോ ട്രസ്റ്റ് ഡെഫിസിറ്റും ഇതിനകത്ത് വന്നിട്ടില്ല. അതിനകത്ത് ഉള്ളത് ഒരു വാല്യുവേഷനും പോളിസി മിസ്മാച്ച്, അതാണ് ഒരു ഫ്രിക്ഷൻ ആയിട്ട് ആകെ ഉള്ളത്. അത് കൂടുതലും എക്സ്റ്റേണൽ ഫാക്ടേഴ്സും മറ്റുമായിട്ടാണ്. അത് നേരത്തെ ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തതുമാണ്. ശരി, വ്യക്തമാണ്.